ഓണം എത്താറാകുമ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പുതിയ ഒരു വിശേഷം പങ്കുവയ്ക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി ശ്രുതി രജനീകാന്ത്. ശ്രുതി നമുക്കെല്ലാം അറിയാവുന്നത് ചക്കപ്പഴത്തിലെ പൈങ്കിളിയായിട്ടാണ്. ചക്കപ്പഴത്തിൽ ഒരു കുട്ടിയുടെ അമ്മയായ പൈങ്കിളിയായിട്ടാണ് ശ്രുതി നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അപ്പോൾ തൊട്ട് തന്നെ ശ്രുതിയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് സംഭവിച്ചിട്ടുള്ള ചൈൽഡ് അബ്യൂസിനെ പറ്റി വളരെ ബോൾഡായി തുറന്നു പറഞ്ഞ ഒരാൾ കൂടിയാണ് ശ്രുതി രജനീകാന്ത്. ഒരുപാട് പേർ ആ സംഭവം കേട്ട് തങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ആരോടും പറയാതിരുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. കുട്ടിക്കാലത്ത് താൻ നേരിട്ട ഒരു സംഭവത്തെയും, ഒരു വലിയ ദുഃഖകരമായ സംഭവത്തെയും, അതിനുശേഷം താൻ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ട്രോമയെ കുറിച്ചെല്ലാം ശ്രുതി വളരെ വ്യക്തമായി തന്നെ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അഭിനയത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുത്ത് തൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായ ഒരു കാര്യം ചെയ്യുകയാണ് ശ്രുതി. ശ്രുതി ഒരു വലിയ പ്രോജക്റ്റിന്റെ പുറകെയാണ്. മറ്റൊന്നുമല്ല, ദ പെർഫ്യൂം പ്രോജക്റ്റ് എന്നാണ് പറയുന്നത്. അതൊരു പുതിയ ബിസിനസ്സാണ്. കാരണം എല്ലാവരും ഇപ്പോൾ തുണിയുടെയും ആഭരണങ്ങളുടെയും ഒക്കെ പുറകെ ബിസിനസ്സും കൊണ്ട് പോകുമ്പോൾ വ്യത്യസ്തമായി തനിക്ക് എന്ത് വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് പെർഫ്യൂം പ്രോജക്റ്റ് എന്ന പെർഫ്യൂമിനെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പഠിച്ച് ഒരു കോഴ്സ് ചെയ്ത് അത് എക്സ്പെരിമെന്റലാക്കി ചെയ്തു. പിന്നെ സ്വന്തമായി പെർഫ്യൂം ബ്രാൻഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ശ്രുതി. അതിൻ്റെ ഒരു പുതിയ ലോഞ്ചാണ് കഴിഞ്ഞ ദിവസം നടന്നത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധങ്ങളുടെ ലോകത്തേക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചുവടുവെച്ച ഒരു വർഷത്തിനുള്ളിൽ സ്വന്തം പെർഫ്യൂം ബ്രാൻഡ് വളർത്തിയെടുത്ത ശ്രുതിയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഒരു സംരംഭക എന്ന നിലയിൽ നിങ്ങൾ ഒരു പക്ഷേ ശ്രുതി അറിയണമെന്നില്ല. എന്നാൽ മലയാളത്തിലെ യുവനടി ശ്രുതി രജനീകാന്തിനെ അറിയാതിരിക്കാൻ തരമില്ല. രണ്ടും ഒരാൾ തന്നെയാണ്. പെർഫ്യൂം വിപണിയിലെ കടുത്ത വെല്ലുവിളികളിൽ ആദ്യം കാലിടറിയെങ്കിലും ഇപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ശ്രുതിയുടെ പെർഫ്യൂം തരംഗമാണ്. ദ പെർഫ്യൂം ബ്രാൻഡ് എന്ന പ്രോജക്റ്റിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ജീവിതത്തിൽ സുഗന്ധങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നയാളാണ് ശ്രുതി. ശ്രുതിക്ക് സുഗന്ധങ്ങളോടുള്ള പ്രിയം അവൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുഗന്ധങ്ങളോടുള്ള താല്പര്യം കാരണം ശ്രുതി സ്വന്തമായി പെർഫ്യൂമുകൾ ഉണ്ടാക്കി സുഹൃത്തുക്കൾക്ക് നൽകാൻ തുടങ്ങി. ഉപയോഗിച്ചവർ മികച്ച അഭിപ്രായം പറയുകയും ഇതൊരു ബിസിനസ് ആക്കി കൂടെ എന്ന് ചോദിക്കുകയും ചെയ്തതാണ് വഴിത്തിരിവായത്. തുടർന്ന് സുഗന്ധങ്ങളുടെ അടിസ്ഥാനങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു. കാര്യങ്ങൾ പഠിച്ചതോടെ ബിസിനസിന്റെ മട്ടും ഭാവവും മാറി. തുടക്കത്തിൽ കുറേ തെറ്റുകൾ വരുത്തിയെങ്കിലും ബിസിനസ് പതിയെ വളർന്നു. ഏകദേശം 10 മാസത്തോളം നീണ്ട പരീക്ഷണങ്ങൾക്കും മാറ്റങ്ങൾക്കും ശേഷമാണ് ബ്രാൻഡ് വിപണിയിലെത്തിച്ചത്. പെർഫ്യൂം ബിസിനസ് ചെയ്യുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതിന്റെ സ്മെല്ല് മറ്റൊരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നതാണെന്ന് ശ്രുതി പറയുന്നു. സാരി ബിസിനസ് ആണെങ്കിൽ നമുക്ക് സാരി ഉടുത്തു കാണിക്കാൻ പറ്റും. എന്നാൽ സ്മെല്ല് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുകയെന്ന് അവർ പറയുന്നു. അമ്മമാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെമ്പകവല്ലിയാണ്. അതിന്റെ നൊസ്റ്റാൾജിക് സ്മെല്ലാണ് കൂടുതൽ ആളുകൾ വാങ്ങാൻ കാരണം. ഓരോ രാജ്യത്തും പെർഫ്യൂം തിരഞ്ഞെടുക്കുന്നതിന് ഓരോ രീതികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തിനും അവരുടെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നത് പോലെയാണ് മണങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്നും ശ്രുതി പറയുന്നു. പെർഫ്യൂം ബിസിനസ് ആരംഭിക്കുമ്പോൾ അതൊരു ബ്രാൻഡായി വളർത്തണം എന്നായിരുന്നു ശ്രുതിയുടെ ആഗ്രഹം. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കണമെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു. സ്മെൽ എന്ന് പറയുന്നത് ആളുകൾ അവരുടെ ജീവിതത്തോട് ഇപ്പോഴും ചേർത്തു നിർത്തുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അവയോട് ആളുകൾക്ക് എന്നും പ്രിയം കൂടുതലായിരിക്കും. നമ്മൾ നല്ലത് നൽകിയാൽ അവർ അത് സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് ഈ വിജയം. തുടക്കത്തിൽ വലിയ ബോട്ടിലുകളാണ് ശ്രുതി വിപണിയിൽ എത്തിച്ചത്. പിന്നീട് ഉപഭോക്താക്കളുടെ ആവശ്യം പരിഗണിച്ച് 8 മില്ലിയുടെ മിനിയേച്ചർ 3-in-1 കോംബോ പാക്കുകൾ അവതരിപ്പിച്ചു. ചെമ്പകവല്ലി, മസ്ക് റാണി, മൊഗ്ര തുടങ്ങിയ വൈവിധ്യമാർന്ന സുഗന്ധങ്ങളിലുള്ള ഈ മിനിയേച്ചർ പാക്കുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. നിലവിൽ പ്രതിദിനം 100-ലധികം ഓർഡറുകൾ ലഭിക്കുന്ന വിജയകരമായ ഒരു സ്റ്റാർട്ടപ്പായി ദ പെർഫ്യൂം പ്രോജക്റ്റ് മാറിക്കഴിഞ്ഞു. ഈ 4 വർഷത്തില് കുറേ തവണ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. കുറേ തവണ. ഒരു തവണയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഐ കുഡൻറ്റ് ഹാൻഡിൽ മൈസെൽഫ്. എനിക്ക് ആ പോയിന്റില് കാരണം എനിക്ക് അത്രയും അടുത്തുള്ള ഒരാളാണ് എനിക്ക് ട്രിഗർ ചെയ്തത്. എന്നെ ഹേർട്ട് ചെയ്തത് ആ പോയിന്റിൽ ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. അതായത് സീൻ പഠിക്കുമ്പം ഞാൻ ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വന്ന് എനിക്കത് ഭയങ്കര ഹേർട്ടായപ്പോ എനിക്കൊരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയില്ല. അപ്പൊ എനിക്ക് ആ സീൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ബ്ലാങ്ക് ഔട്ട് ആയിട്ട് ചക്കപ്പഴത്തിൽ എല്ലാവരും കാണുന്നത് അപ്പോഴായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ അവിടെ സീൻ ചെയ്യാൻ നിൽക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു കള്ളം വരുന്ന എപ്പിസോഡ്, ഇങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ നേരത്തെ ആ എപ്പിസോഡാണ്. അപ്പൊ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് അയ്യോ കള്ളം വന്നോ, കള്ളം വന്നു, ഇനി എന്ത് ചെയ്യാൻ ചേട്ടാ, ഇതാ ചോദിക്കണേ. പക്ഷെ ഈ സിമ്പിൾ ഡയലോഗ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്റെ മൈൻഡിൽ അത് ഓടുന്നുണ്ട്, ഇതാണ് എനിക്ക് പറയേണ്ട ഡയലോഗ് എന്ന്. പക്ഷെ എനിക്കത് പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഫുള്ള്
പാനിക്കായി. എനിക്ക് ഫുള്ള് ഇങ്ങനെ ബ്ലറാവുന്ന കാണാം. എനിക്ക് എനിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ എടുക്കുന്നുണ്ട്. എനിക്ക് ഈ കൈ കിഴക്കണ അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് അറ്റാക്ക് വരും പോലുള്ള ഒരു തോന്നൽ എനിക്ക് അറിയാം. പക്ഷെ എനിക്കിത് ചെയ്യണം. ഞാൻ ഇതിന്റെ മുമ്പിലല്ലേ നിൽക്കുന്നത്. ഞാൻ അയ്യോ മാത്രം വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പത്തേക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ അപ്പത്തേക്കും തലറങ്ങി വീഴുക ചെയ്തത്. കാരണം നമ്മൾ അത്രയും ഇമോഷൻ കൺട്രോൾ ചെയ്യാണ്. ചേട്ടന്റെ കയ്യിലോട്ടാ വീണ നേരെ. ചേട്ടൻ പെട്ടെന്ന് എടുത്തോണ്ട് പോയി. ചേട്ടൻ റൂമിൽ എന്തോ കിടത്തുക ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ബ്ലാങ്കാ. പിന്നെ ഇവര് വന്നിട്ട് മറ്റേ എല്ലാരും കൂടെ വെള്ളമൊക്കെ തെളിച്ച് അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കരഞ്ഞു. കാരണം ലുക്ക്, ഞാൻ ആരോടും കരയരുതെന്ന് പറയാറില്ല. ആ കരഞ്ഞു കഴിയുമ്പം നമ്മളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഇമോഷൻ ഉണ്ടല്ലോ, അതങ്ങ് ബ്രേക്ക് ആവും. അപ്പം അങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് റിലാക്സ്ഡ് ആയി. പക്ഷെ ഇന്നും ചേട്ടൻ അറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന്, ആർക്കും അറിയില്ല ഞാൻ എന്താ പറ്റിയെന്ന്. ബട്ട് സ്റ്റിൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ റിക്കവർ ചെയ്തു. പക്ഷെ നമ്മൾ എന്താ പറയാ, പോകെ പോകെ വി വിൽ ബിക്കം മോർ ബോൾഡ്. നമുക്ക് ഒരു ഇമോഷൻലെസ് എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല, നമ്മൾ ഒരു ഇമോഷൻ ബാലൻസ് പഠിക്കും. നമ്മുടെ ഇമോഷണൽ ബാലൻസ് എവിടെ എന്ത് നിൽക്കണം, അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ കരയണം, ആരുടെ മുമ്പിൽ കരയരുത് എന്ന് നമ്മൾ പഠിക്കും. ആർക്കാണ് നമ്മുടെ കണ്ണീരിന് വിലയുള്ളത്, ആർക്കാണ് ഇല്ലാത്തത്, ഇതൊക്കെ നമ്മൾ വെൻ ദ ലൈഫ് ഗോസ് ഓൺ ആ ഷിപ്പിൽ നമ്മൾ പഠിക്കും. നമ്മളിപ്പോ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി അധികം ആരടുത്തും പറയാൻ ഇഷ്ടമില്ല, ഒറ്റയ്ക്ക് നിൽക്കാനും ഇഷ്ടമെന്ന്. പക്ഷെ എല്ലാവർക്കും ഇതേപോലെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റണം എന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാനിപ്പോ കുറച്ച് ഇന്റർവ്യൂസിലാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരോടാണ് ഞാനിത് സംസാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോ തൊട്ട് കുറേ കുട്ടികള് ഏജ് ആയിട്ടുള്ളവര്, ആൺകുട്ടികള്, അങ്ങനെ ദർ ഇസ് നത്തിങ്, ഒരു ബാരിയർ ഇല്ല. അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇവരോടെല്ലാം എനിക്ക് ആരുടെയും മുഖം അറിയില്ല. എനിക്ക് ഇപ്പോഴും സത്യം പറയാൻ ആരുടെയും പേരറിയില്ല. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ കൂടെയും ഞാൻ അവരുടെ പ്രൊഫൈൽ ഒന്ന് തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല. അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരാള് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം ഓരോരുത്തരോടും നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം എല്ലാരും ബോൾഡ് അല്ല. എല്ലാവർക്കും ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. ദേ ഡോണ്ട് നോ വാട്ട് ഇമോഷൻ ദേ ആർ ഗോയിങ് ത്രൂ. അവര് പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നോ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഒരു ഫിസിക്കലി ആണെങ്കിൽ ഒരു ബാഡ് ടച്ച് ചെയ്ത് കഴിയുമ്പോഴും, ഈവൻ ദോ വി എഡ്യൂക്കേറ്റഡ് എവറി വൺ, ഇത് ബാഡ് ടച്ച്, ഇത് ഗുഡ് ടച്ച് എന്നുണ്ടെങ്കിലും ആ ടൈമിൽ ഫ്രീസ് ആയി പോയവരുണ്ട്. ഇത് എന്നിട്ട് സ്വയം ക്വസ്റ്റ്യൻ ചെയ്ത് റിഗ്രറ്റ് ചെയ്യുന്നവരുണ്ട്. ദർ ഇസ് ലോഡ് ഓഫ് പീപ്പിൾ. അപ്പം ഈ പറയുന്ന പോലെ ചിലർക്ക് നാവിഗേഷൻ ഈസ് നീഡഡ്. പക്ഷെ അത് ആർക്കെടുക്കെ ചെന്ന് പറയണം എന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. ചിലരോട് എന്ന് നമുക്ക് ഡിപ്രഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ഒന്ന് പോയടാ, ജീവിതത്തിൽ എന്തോരം പ്രശ്നം ഉണ്ടെന്ന് പറയും. പക്ഷെ ജീവിതത്തിൽ ഇപ്പം ഡിപ്രഷൻ ഒരു കോമൺ വേർഡ് ആയി കഴിഞ്ഞു. പക്ഷെ എല്ലാവരും എക്സാക്ട്ലി ഡിപ്രസ്ഡ് അല്ല. അത് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. എന്നോടൊരു കുട്ടി വന്നിട്ട് ഞാൻ ഭയങ്കര ഡിപ്രഷനിലാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. 16 വയസ്സോ 15 വയസ്സൊക്കെ ഉള്ളൂ. ഞാനപ്പം ഓക്കെ, നമുക്ക് ആ ഡിപ്രഷൻ വരാൻ ടൈമില്ല. ചിലപ്പോൾ ചിലർ നേരത്തെ കണ്ടുപിടിക്കും. ഞാനൊന്നും ആ ടൈമിൽ എനിക്ക് ഡിപ്രഷൻ അങ്ങനെയൊന്നും ഇല്ല. അപ്പം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാവോ, അവൻ ലവ് ലെറ്റർ കൊടുത്ത കാമുകി വേണ്ടാന്ന് പറഞ്ഞു പോലും. ഞാൻ പറഞ്ഞു നീ ഓടിക്കോ, നീ ആ വഴി ഓടിക്കോ എന്ന് പറഞ്ഞു. ബിക്കോസ് ഡിപ്രഷൻ ടൈം ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ഡീകോഡ് ചെയ്യുന്നുണ്ട്. മിസ്യൂസ് അല്ല, ഡീകോഡ് ചെയ്യുന്നത്. അപ്പൊ അവര് വിചാരിക്കണേ ഇതാണ് ഡിപ്രഷൻ. ഓക്കെ, ലവ് ഫെയിലിയർ വന്നു, അല്ലെ ലവ് റിജക്ഷൻ വന്നു, ഇനി എനിക്ക് ഡിപ്രഷനാണ്. അതല്ല ഡിപ്രഷൻ. ഡിപ്രഷൻ ഈസ് എ ഡീപ്പ് കേവ്. ഇപ്പൊ നമ്മള് മറ്റേ മഞ്ഞുമൽ ബോയ്സ് കണ്ടോ നീ? ഇല്ല. അപ്പൊ ഈ മഞ്ഞുമൽ ബോയ്സിനകത്ത് ഇതിനകത്ത് അകത്ത് ഈ കുഴിക്കകത്ത് വീഴുമ്പോൾ ആക്ച്വലി അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ് സ്റ്റേറ്റ് എന്നുള്ളത്. അതാണ് ഡിപ്രഷൻ. ഇറ്റ് ഇസ് ആൻ അഗ്രസീവ് സ്റ്റേറ്റ്. നമുക്ക് അതിൽ നിന്ന് വെളി വരിക കുറച്ച് പാടാണ്. ഇപ്പൊ ഇഫ് യു ആസ്ക് മീ ആർ യു ഔട്ട് ഓഫ് ഇറ്റ്, ഐ എം നോട്ട്. ഐ എം സ്റ്റിൽ ഡിപ്രസ്ഡ്. കാരണം അത് നമുക്ക് അങ്ങനെ പെട്ടെന്നോ അത് നമുക്ക് വെളി വരാൻ ഭയങ്കര പാടാണ്. കാരണം ഇപ്പൊ കൂടെയും നീ ഇപ്പൊ പറയുന്ന ഏതെങ്കിലും ഒന്ന് എനിക്ക് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഡിപ്രസ്ഡ്. പക്ഷെ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ്. കാരണം ഞാൻ ഇതിപ്പോ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അപ്പൊ അതെനിക്ക് ഹേർട്ട് ആയോ എന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അത് ഞാൻ ഭയങ്കരമായി ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ ഞാൻ പഠിച്ചു. അതാണ് ഡിപ്രഷൻ. ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. അപ്പൊ ഇത് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒരാളെ ചിലർക്ക് ആവശ്യം വരും. ചേച്ചി പറഞ്ഞല്ലോ ഡിപ്രഷൻ എന്ന് പറഞ്ഞ വേർഡ് ഇപ്പൊ കുറെ ഡീകോഡ് ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് എപ്പോഴാണ് ഓക്കെ ഞാൻ ഡിപ്രഷനിലാണെന്നുള്ള സ്റ്റേറ്റിൽ നിന്നാണെന്ന് എപ്പോഴാണ്? എനിക്കറിയില്ലായിരുന്നു. ഞാന് വയനാട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു തവണ ഇതുപോലെ സീഷർ വന്നിട്ട് വീണു. അപ്പം എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒബ്വിയസ്ലി ഹോസ്റ്റലിലാണ്, പിള്ളേരെല്ലാരും പേടിച്ചു പോകും. അപ്പൊ അങ്ങനെ
തല കറങ്ങി വീഴായിരുന്നോ? എന്ന് വെച്ചാൽ നമുക്ക് അതിന് മുൻപത്തെ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആയി. അപ്പൊ എനിക്ക് ഇതിന്ന് കണക്ട് ചെയ്ത് എനിക്ക് ഈ പറയുന്ന പോലെ എനിക്ക് ഇങ്ങനെ കുഞ്ഞിലെ കേട്ടിട്ടുള്ള വാക്കുകളും അതൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മർമർ ചെയ്യത്തില്ലേ, ഇങ്ങനെ മർമർ ചെയ്യുന്ന പോലെ പറഞ്ഞു കേൾക്കാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എനിക്ക് ശ്വാസം കിട്ടാതായി. അങ്ങനെയാണ് ഞാൻ വീണത്. അപ്പൊ ഈ വീണത് നമ്മളൊരു പെയിൻ ഗസ്റ്റ് പോലെ നിൽക്കണേ. അപ്പൊ ആന്റി വെള്ളം കുടിക്കാൻ ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ വീണ് കിടക്കണേ കണ്ടേ. അങ്ങനെ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദി ചെക്ക് എവറിത്തിങ്. അത് കഴിഞ്ഞ് നമ്മളോട് കുറെ നേരം ആ ഡോക്ടർ സംസാരിച്ചു എന്നോട്. അത് കഴിഞ്ഞപ്പോഴാണ് ഹി സെഡ് ഡിപ്രഷൻ ആണ്, അതിന്റെ ആൻസൈറ്റിയുടെ ടാബ്ലറ്റ്സ് ഒക്കെ തരാമെന്ന്. ഞാനൊരു 2 days അത് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോ എന്തെങ്കിലും ഒരു ഇതിന് ഞാൻ ഒരു ഗുളികേനെ അതിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനത് മാക്സിമം ഇതായി. പക്ഷെ ഞാനിത് നേരത്തെ പറഞ്ഞപ്പോഴും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം പറയുന്നത് ഗുളിക കഴിക്കേണ്ടെന്നാണോ, താങ്ക് യു, ഗുളിക കഴിക്കേണ്ടെന്നാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറയണേ. ഇപ്പൊ ഗുളിക കഴിക്കേണ്ട സ്റ്റേറ്റ് ആണെങ്കിൽ കഴിക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഈ പറയുന്ന പോലെ സൂയിസൈഡൽ ടെൻഡൻസി